ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ഒരു വീഡിയോ ആണ്. 10 പൈസ ചിലവില്ലാതെ വീട്ടിലെ മുടി വളർത്തിയെടുത്താലോ, അതിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്പും കാര്യങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആരും ഇങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പണ്ടൊക്കെ ഒരു 10 വർഷമൊക്കെ മുമ്പ് തന്നെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോയിൽ എനിക്ക് ഒട്ടും മുടി ഉണ്ടായിരുന്നില്ല. 4, 3, 7 പപ്പെന്ന് വേണമെങ്കിൽ പറയാം, അത്രയും മുടി ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കണ്ടീഷനിൽ നിന്നും ആ ഒരു അവസ്ഥയിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് ഇനി ബാക്കിലേക്ക് കണ്ടിട്ടാ ഒക്കെ എത്തിയത് കുറച്ച് ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങി കഴിച്ച ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും മുടി ഉണ്ടാകുന്നില്ലായിരുന്നു. മെയിനായിട്ടുള്ള എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് താരനായിരുന്നു. പിന്നെ താരം പോകാൻ വേണ്ടിയിട്ടുള്ള ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയാണ് എനിക്ക് മുടി ഉണ്ടായി തുടങ്ങിയത്. പിന്നെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെ നീളം വെക്കാതെ ഇങ്ങനെ കുറ്റിച്ച് കിടക്കുകയായിരുന്നു. പിന്നെയാണ് നമ്മൾ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്രയെങ്കിലൊക്കെ ഒരു ഹെയർ ആയത്. ഇതിപ്പോൾ നീളുന്നുണ്ട്. ഞാൻ 3 മാസം കൂടുമ്പോൾ കട്ട് ചെയ്ത് കളയുന്നതാണ്. എനിക്ക് അധികം ഹെയർ ഇഷ്ടമല്ല. അപ്പം ഞാൻ അങ്ങനെ നീട്ടാതെ കട്ട് ചെയ്ത് കളയുന്നതാണ് 3 മാസം കൂടുമ്പം. അപ്പം ഞാൻ ചെയ്ത കുറച്ച് ടിപ്പുകളും കാര്യങ്ങളും, അത് വീട്ടിലുള്ള കുറച്ച് ഹോം റെമഡീസാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുളിക്കാൻ നേരത്തെ സാധാരണ എണ്ണ മിക്കവാറും ആൾക്കാർ കുറച്ച് എണ്ണ കയ്യിലേക്ക് എടുക്കും, എന്നിട്ട് തലയിലേക്ക് തേക്കും, നേരെ പോയി കുളിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ എണ്ണ എടുത്തിട്ട്, ഇപ്പം വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് തലയിൽ ഓട്ടി, അതായത് നമ്മുടെ തല ഓട്ടിയിൽ നല്ല രീതിയിൽ തേച്ച് ഒരു 15 മിനിറ്റെങ്കിലും മസാജ് ചെയ്യണം. എന്നിട്ടേ കുളിക്കാൻ പാടുള്ളൂ. അതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ദന്തുപാലയുടെ എണ്ണയാണ്. അത് നല്ല രീതിയിൽ മുടിക്ക് കുറച്ചുകൂടി കളർ വെക്കാനും, അതായത് കറുപ്പ് കുറച്ച് കൂടാനും നീളം വെക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ തലനീര് ഇറങ്ങുന്ന പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം പെട്ടെന്ന് പനിയൊക്കെ പിടിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അതായത് ഇന്നലത്തെ കഞ്ഞിവെള്ളം നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. അത് നല്ല രീതിയിൽ തലയിൽ കുളിക്കുന്നതിന് മുമ്പ്, അതായത് എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ തലയിൽ നല്ല രീതിയിൽ കഞ്ഞിവെള്ളം ഫുള്ള് മുടിയിലും തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് തല വാഷ് ചെയ്ത് കളയണം. നല്ല രീതിക്ക് മുടി നീളം വെക്കാനും മുടിക്ക് കറുപ്പൊക്കെ ഉണ്ടാവാനും പിന്നെ താരം പോകാനും വളരെ നല്ലതാണ്. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ചെയ്യേണ്ട കാര്യം. കുളിച്ചു കഴിഞ്ഞിട്ട് തലയിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് തോർത്ത് വെച്ചിട്ടുള്ള ഒരു അടി ഉണ്ടല്ലോ, അതാണ് സ്പ്ലിറ്റിൻ്റെ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ജടയൊക്കെ വിടർത്തിയതിന് ശേഷം നമ്മൾ തല മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ല രീതിയിലേക്ക് മുടി വളരും. ഇതെല്ലാവരും 1 മാസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുകയാണ്. ഡെയിലി ഒരു 10-12 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുന്നത് മുടി നീളാൻ വേണ്ടിയിട്ട്, പിന്നെ മുടിക്ക് കുറച്ച് ബലം ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പിംഗ് ആണെന്നാണ് പറയുന്നത്. ഞാൻ വെള്ളം കുടിക്കും. ഡെയിലി ഒരു 10-12 ഗ്ലാസ് വെള്ളം എന്നും കുടിക്കും. അതിപ്പോൾ എന്തും മഴയാണെങ്കിലും വെയിലാണെങ്കിലും വെള്ളം കുടിക്കും. അതുകൊണ്ടാണ് മുടി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ അധികം വലിച്ചാലൊന്നും പൊട്ടില്ലാത്ത രീതിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 10 പൈസ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇന്ന് പറഞ്ഞ ടിപ്സൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.